ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞത് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, നമ്മളൊരു ടെൻഷനിൽ ഒരു പർട്ടിക്കുലർ ടെൻഷനിൽ ഹെൽഡ് ചെയ്ത് വെച്ച സ്ട്രിങ്ങിനെ പ്ലക്ക് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഓസിലേഷൻസ്, അതിന് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി നമ്മൾ മെഷർ ചെയ്തു. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സൈനസോയ്ഡൽ വേവ്സ്. എന്താണ് സൈൻ വേവ്സ്, അതിൻ്റെ കണ്ടിന്യൂവിറ്റിയുടെ കാര്യങ്ങൾ, അതിൻ്റെ കോംപ്ലക്സ് റെപ്രസെൻറ്റേഷൻ, കോംപ്ലക്സ് നൊട്ടേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് വി സ്റ്റഡിഡ് അബൌട്ട് ദ ബൗണ്ടറി കണ്ടീഷൻസ് ഓഫ് വേവ്. രണ്ട് സ്ട്രിങ്ങുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഒരു സ്ട്രിങ്ങിൽ നിന്ന് മറ്റൊരു സ്ട്രിങ്ങിലേക്ക് വേവ് എൻ്റർ ചെയ്യുമ്പോൾ, ഇഫ് ദേ ഹാവ് ഡിഫറെൻറ്റ് മാസ്, ദേ ഹാവ് ഡിഫറെൻറ്റ് വേവ് നമ്പേഴ്സ് ആൻഡ് ദ വേവ്സ് ആർ പ്രൊപ്പഗേറ്റിംഗ് വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റിഫ്ലക്റ്റഡ് പാർട്ട് ഓഫ് വേവ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് പാർട്ട് ഓഫ് വേവ് ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ്, അല്ലേ? ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്ത വേവുകളുടെ ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡിൻ്റെ റിലേഷൻ വിത്ത് ഇൻസിഡൻറ്റ് വേവ് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. ഇവിടെയൊന്നും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ജനറൽ വേവ്സിൻ്റെ ഒരു കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിനി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കാര്യത്തിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ മാക്സ്വെല്ലിൻ്റെ റിലേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഈ മാക്സ്വെൽ റിലേഷനിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ വാക്വമാണ്. വാക്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ നത്തിങ്, ഒന്നുമില്ല, അല്ലേ? ശൂന്യമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അവിടെയുള്ള കണ്ടീഷനിൽ വേവ് ഇക്വേഷൻ, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ വേവ് ഇക്വേഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. നമ്മൾ ഒരു സ്പേസിൽ നമ്മളൊരു റീജിയൻ കൺസിഡർ ചെയ്യുക, വാക്വമാണ്. അവിടെ എന്ത് ചെയ്യില്ല, ഫ്രീ ചാർജസോ ഫ്രീ കറൻസോ ഒന്നുമില്ല. ദെർ ഇസ് നോ ചാർജ് ആൻഡ് കറണ്ട്. അങ്ങനത്തെ ഒരു റീജിയനാണ്, ഫ്രീ സ്പേസാണ്, വാക്വമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ, നമ്മൾ ഓൾറെഡി ഈ മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രീ സ്പേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റിലേഷൻ നമ്മൾ ഫസ്റ്റ് റീക്രിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളത് റീകൺസിഡർ ചെയ്യാണ്. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 എന്ന് പറയുന്ന റിലേഷൻ, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന റിലേഷൻ, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, ആൻഡ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ ഇക്വേഷൻ നമ്പർ 1 and 2 റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്. തേർഡ് ഇക്വേഷൻ നോക്കുക, അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇയും റൈറ്റ് ഹാൻഡ് സൈഡിൽ ബിയും. സോ ഹിയർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അറൈസ് ഡ്യൂ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള പോലത്തുള്ള റിലേഷൻ. ദാറ്റ് ഈസ് കപ്പിൾഡ് ഇക്വേഷൻസ് ആണ്. ബിയുടെ ഇക്വേഷനിൽ നോക്കി കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇ കാണാം, അല്ലേ? ഇയുടെ ഇക്വേഷനിൽ ബി ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു കപ്പിൾഡ് ഇക്വേഷനാണ്. സോ ദിസ് ഇസ് ഫസ്റ്റ് ഓർഡർ റിലേഷൻ. ഇവിടെ ഒന്നും പവർ ഒന്നുമില്ല, അല്ലേ? സെക്കൻഡ് ഓർഡർ പവർ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ഓർഡർ റിലേഷനാണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഫോർ ഇ ആൻഡ് ബി. ഓക്കെ, നമ്മൾ ഇതിൽ നിന്ന് ഇതിനെ ഡീകപ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇയുടെ എക്സ്പ്രഷനിൽ ബി വരരുത്, അതേപോലെ ബിയുടെ എക്സ്പ്രഷനിൽ ഇത് വരാൻ പാടില്ല, ഇ വരാൻ പാടില്ല. അങ്ങനത്തെ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ അപ്പോൾ നമുക്ക് 1, 2 ഇക്വേഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 4 ഈസ് സഫിഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 3 കൺസിഡർ ചെയ്യുക. ആ ഇക്വേഷൻ നമ്പർ 3ൽ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. ദെൻ വി ആർ ടേക്കിംഗ് കേൾ ഓഫ് ഇക്വേഷൻ 3. മൂന്നാമത്തെ ഇക്വേഷൻ്റെ കേൾ എടുക്കുക, ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഇ, ഡെൽ ക്രോസ് ഇ. സോ ഡെൽ ക്രോസ് ഇയുടെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, എ ക്രോസ് ബി ക്രോസ് സി, ബാക്ക് മൈനസ് ക്യാബ് റൂൾ പഠിച്ച പോലത്തെ തന്നെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കേൾ ആണ്, ഇവിടെ ഡെൽ എന്ന് പറയുന്നത് ഓപ്പറേറ്ററാണ്. അപ്പോൾ ആ റിലേഷന് ഈ ഒരു ഫോർമാറ്റിലാണ് എക്സ്പാൻഷൻ വന്നിട്ടുണ്ടായിരിക്കുക. ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ഇ മൈനസ് ബാക്ക് മൈനസ് ക്യാബ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് എ ബി സി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബി എ ഡോട്ട് സി, ഓക്കെ, ഇത് ഓക്കെയാണ്. മൈനസ് സി എ ഡോട്ട് ബി എന്നാണ് വരിക. പക്ഷേ നമുക്കറിയാം ഡെൽ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ്. ഓപ്പറേറ്ററിൻ്റെ അപ്പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റർ എന്തിൻ്റെങ്കിലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ അതിന് സിഗ്നിഫിക്കൻസ് ഉള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ സ്ക്വയർ ഇ, ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്നുള്ളതാണ് ഡെൽ ക്രോസ് ഇയുടെ എക്സ്പാൻഷൻ. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്, ഡെൽ ക്രോസ് മൈനസ് ഡോ ബി ബൈ ഡോ ടി, ഡെൽ ക്രോസ് മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ് നമുക്കുള്ള റൈറ്റ് ഹാൻഡ് സൈഡിൽ കേട്ടോ. ഓക്കെ,
Now equation number 1 പ്രകാരം del dot E എന്താ 0 ആണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പിന്നെ ഉണ്ടാവുക മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്നുള്ള ടേം മാത്രമാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാവുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെൽ ക്രോസ് മൈനസ് ഡോ ബി ബൈ ഡോ ടി. വി നോ ഡോ ബൈ ഡോ ടി ഈസ് ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് ഡെൽ ഈസ് പൊസിഷൻ ഓപ്പറേറ്റേഴ്സ് അല്ലേ. ഡോ എക്സ് ഡോ വൈ ഡോ സെഡിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദീസ് ആർ ഇൻ്റർചേഞ്ച്ഡ്. സോ മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ബി ആയിട്ട് മാറി. മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ബി. Okay, so this is equal to del cross b expression from equation number 4. It is mu 0 epsilon 0 dou E by dou t. Mu 0 epsilon 0 dou E by dou t. So mu 0 and epsilon 0 both are constants. Permeability of free space and permittivity of free space. So you can take this outside that differentiation, then you will get minus. Here minus already under. What are mu 0 epsilon 0? Dou by dou t of dou E by dou t, that is dou square E by dou t square ആയിട്ട് മാറും. സോ മൈനസ് ഡെൽ സ്ക്വയർ ഇ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്ന ടേം പോയി കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ മൈനസ് ഡെൽ സ്ക്വയർ ഇ ആണ്. മൈനസ് ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു റിലേഷൻ. ഓക്കെ, ഇൻ ദ സിമിലർ മാനർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെൽ ക്രോസ് ബി ചെയ്യാം. That is equation number 4ന്റെ കേൾ എടുക്കുക. ഡെൽ ക്രോസ് ബി. ഇവിടെ ചെയ്ത സമയത്ത് എന്താണ് കിട്ടുക, നേരത്തെ പോലെ തന്നെ എക്സ്പാൻഷൻ ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ബി മൈനസ് ഡെൽ സ്ക്വയർ ബി ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി അല്ലേ. ഇവിടെ ഡെൽ ക്രോസ് ബിക്ക് നിൽക്കുമ്പോൾ ഡെൽ ക്രോസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഡെൽ ഡോട്ട് ബി ഫ്രം ഇക്വേഷൻ നമ്പർ 2 ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ടേം പോയി, ബാക്കിയുള്ളത് മൈനസ് ഡെൽ സ്ക്വയർ ബി ആണ്. മൈനസ് ഡെൽ സ്ക്വയർ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡെല്ലിൻ്റെ പുറത്തേക്ക് എടുക്കുന്നു, ഡോ ബൈ ഡോ ടിയും ഡെല്ലിനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ മ്യൂ 0 എപ്സിലോൺ 0 ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ഇ എന്നായിട്ട് മാറ്റി എഴുതാം. സിൻസ് വി ക്യാൻ ഇൻ്റർചേഞ്ച് ഡെൽ ആൻഡ് ഡോ ബൈ ഡോ ടി വിതൗട്ട് ഇഫക്റ്റിംഗ് ദ റിസൾട്ട്. Then എന്ത് എഴുതാം, ഡോ ബൈ മ്യൂ 0 എപ്സിലോൺ 0 ഉണ്ട്, ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് then you will get minus mu 0 epsilon 0 dou square b by dou t square. Okay, അപ്പോൾ നമ്മൾ എഴുതിയ റിലേഷൻ ഇതാണ്. മൈനസ് ഡെൽ സ്ക്വയർ ഇ ഇവിടെ ഉള്ളതിൽ മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. അപ്പോൾ മൈനസും ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ വരും. ഇവിടെ നിന്നാണെങ്കിൽ ഡെൽ സ്ക്വയർ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ സ്ക്വയർ ബി ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ബി ബൈ ഡോ ടി സ്ക്വയർ ആണ്. സോ രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്. സോ മൈനസുകൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഡെൽ സ്ക്വയർ ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ബി ബൈ ഡോ ടി സ്ക്വയർ. ആ റിലേഷൻസ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സോ ദീസ് ടു ഇക്വേഷൻസ് del square is equal to mu 0 epsilon 0 dou square e by dou t square and del square b is equal to mu 0 epsilon 0 dou square b by dou t square. So in this relation ഇതിൽ നോക്കുക, here it is uncoupled അല്ലേ. ഇയുടെ എക്സ്പ്രഷനിൽ ഇ മാത്രമേ ഉള്ളൂ, ബി ഇല്ല. ഇവിടെ ബിയുടെ എക്സ്പ്രഷൻ ആണ്, ബി മാത്രമേ ഉള്ളൂ. സോ ഈ ഇക്വേഷൻസ് അൺകപ്പിൾഡ് ആയി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു ഇവിടെ എന്തായി, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറി. സോ വി ഹാവ് obtained two separate equations for e and b, but they are of second order. Okay, now നമ്മൾ ഓൾറെഡി വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ എം അല്ലെങ്കിൽ 1/v സ്ക്വയർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന റിലേഷൻ പഠിച്ചു. അതിൻ്റെ 3 ഡയമെൻഷണൽ ഇക്വേഷൻ ആണ്. ഡോ ബൈ ഡോ എക്സ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ആകുമ്പോൾ 1 ഡയമെൻഷൻ, ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് സ്ക്വയർ ആയി കഴിഞ്ഞാൽ 3 dimension ആയി, and that is simply replaced with del square. Okay, അപ്പോൾ del square f is equal to 1/v square dou square f by dou t square എന്ന് പറയുന്നതാണ് 3 dimensional wave equationന്റെ ഫോർമാറ്റ്. ഈ 3 dimensional wave equationനും ഇവിടെയുള്ള ഇക്വേഷൻ 941 കാണിക്കുന്ന ഈ റിലേഷനും ആൻഡ് ദീസ് 2 റിലേഷൻസ്, ഈ 2 റിലേഷൻസും സിമിലർ ഫോമാണ് അല്ലേ. ഡെൽ സ്ക്വയർ ഉണ്ട്, ഇവിടെ എഫിന് പകരം ഇ ആണ്, ഇവിടെ എഫിന് പകരം ബി ആണ്. മ്യൂ 0 എപ്സിലോൺ 0 ആണ് ഇവിടെ രണ്ടിലും ഇൻസ്റ്റെഡ് ഓഫ് 1/v സ്ക്വയർ. ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ രണ്ടിലും ഉണ്ട്, എഫിന് പകരം ഇവിടെ ഇ ഇവിടെ ബി. ദാറ്റ്സ് ഓൾ അല്ലേ.
അപ്പോൾ these two relations are wave equations. Wave equation in terms of electric field and wave equation in terms of magnetic field. അല്ലേ? സോ മാക്സ്വെൽസ് ഇക്വേഷൻ ഇംപ്ലൈ ചെയ്യുന്നത്, മാക്സ്വെൽസ് ഇക്വേഷൻ്റെ നമ്മൾ ഒരു കേള് കൂടി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് വേവ് ഇക്വേഷനാണ് അല്ലേ. സോ ഇവിടുന്ന് നമുക്ക് കമ്പയർ ചെയ്താൽ കാണാം 1/v² is equal to μ0 epsilon 0. 1/v² is equal to μ0 epsilon 0. From that v is equal to എന്താ വരിക, v is equal to 1/√of μ0 epsilon 0 എന്ന് വരും. 1/√of μ0 epsilon 0. μ0ൻ്റെ വാല്യൂ നമുക്കറിയാം, എപ്സിലോൺ 0ൻ്റെ വാല്യൂ നമുക്കറിയാം. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുക. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് നമുക്കറിയാവുന്ന കാര്യമാണ് എന്താണ്, ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ലേ. ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. നമുക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ് കിട്ടിയത്, ലൈറ്റിൻ്റെ വെലോസിറ്റി തന്നെയാണ് കിട്ടിയത്. മീഡിയം ഏതാണെന്ന് ശ്രദ്ധിക്കുക, വാക്വം കേട്ടോ. അപ്പോൾ എന്താണ്, ദിസ് ഷോസ് ദാറ്റ് ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് കണ്ടുപിടിക്കുന്ന കാലത്ത്, ദാറ്റ് ഈസ് മാക്സ്വെല് ഇത് കണ്ടുപിടിക്കുന്ന കാലത്ത് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ആ സമയത്ത് എപ്സിലോൺ 0 എന്ന് പറയുന്നത് കൂളംസ് എന്ന് വന്ന ഒരു എക്സ്പ്രഷൻ മാത്രമാണ്. 1/4 എപ്സിലോൺ 0 എന്ന് പറയുന്ന കൂളംസ് എന്നാണ് എപ്സിലോൺ 0 എന്ന് പറയുന്ന ടേമിൻ്റെ പ്രസൻസ് വരുന്നത്. μ0 എന്ന് പറയുന്നത് ബയോട്ട്സവാർട്സിലാണ്, μ0I/by എന്നൊക്കെ പറയുന്ന റിലേഷൻ്റെ അവിടെയാണ് കണ്ടത്. ഒന്ന് ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മളൊരു വഴിക്ക് അങ്ങനെ പോകുന്നു, ഒന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആയിട്ട് വേറെ വഴിക്ക് അങ്ങനെ പോകുന്നു, അങ്ങനെയല്ലേ. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഫോർമാറ്റ് അറൈസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും കൂടി കപ്പിൾ ചെയ്ത റിലേഷൻ, ആ ഇലക്ട്രിസിറ്റിയും അല്ലെങ്കിൽ ഈ എപ്സിലോൺ 0യും μ0യും കപ്പിൾ ചെയ്ത റിലേഷൻ വന്നത് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോനെ മാക്സ്വെല് മോഡിഫൈ ചെയ്തിട്ടാണ്. അപ്പോൾ മാക്സ്വെൽസ് മോഡിഫിക്കേഷനിലാണ് μ0 എപ്സിലോൺ 0 E/∂t എന്ന് പറയുന്ന ഒരു ടേം വന്നത്. ഈ ഒരു ടേമിൻ്റെ പ്രസൻസ് ആണ് ഇവിടെ വേവ് ഇക്വേഷൻ അറൈസ് ചെയ്യാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡിഫിക്കേഷൻ മാക്സ്വെല് വരുത്തിയതാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ അറൈസ് ചെയ്യാൻ തന്നെ കാരണമായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ജസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് പറയാം. താങ്ക് യു.